ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോണത് ഒരു മിൽക്ക് ഷേക്ക് റെസിപ്പിയാണ്. അത് റാഗി വെച്ചിട്ടുള്ള റെസിപ്പി. റാഗി ഞാൻ പറയാണ്ടത്ര നിങ്ങൾക്ക് അറിയാലോ, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടൊരു ഫുഡാണ്. അപ്പൊ നമുക്കതൊരു ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഡെയിലി ഒരു നേരം റാഗി കഴിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്. ഷുഗറുള്ള ആൾക്കാർക്കും വെയിറ്റ് കുറയ്ക്കാനുള്ള ആൾക്കാർക്കും എല്ലാം നല്ലതാണ്. അപ്പൊ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് റാഗി പൗഡർ ഞാൻ ഇവിടെ പൊടിച്ചതാണ്, റാഗി ലൂസിൽ വാങ്ങിയിട്ട് പൊടിച്ചു വെച്ചതാണ്. അതൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ പൊടിയെ നമുക്ക് വേണ്ടു. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ പൊടിയെ വേണ്ടു. അപ്പൊ ആദ്യം നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പൊ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. തീരെ കട്ട പാടില്ല കേട്ടോ, നല്ല മിക്സ് ആവണം വെള്ളത്തിൽ. അതാ കണ്ടില്ലേ, ഇതേമാതിരി നന്നായിട്ട് മിക്സ് ആയി വരണം. ഇനി നമുക്കിതൊന്ന് കുറുക്കി എടുക്കണം. അപ്പൊ ഗ്യാസ് ഓൺ ചെയ്യട്ടെ, അതിനുശേഷം പാത്രം വെച്ചെടുക്കാം. ഇനി ഇത് നല്ലോണം വെള്ളം വറ്റി കുറച്ച് കുറുകി വരണം. ആ ഒരു പാകമാവണം. കൈ വിടാതെ ഇറക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാവൂ. കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാല് പൊടി പെട്ടെന്ന് കുറുകും, പക്ഷെ വേവില്ല. അപ്പൊ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനത്തില് കൈ വിടാതെ ഇളക്കിയിട്ട് കുറുക്കിയെടുത്താൽ മതി. ഈ റാഗി നമ്മള് കുട്ടികൾക്ക് ഒരു 6 മാസം മുതൽ 2 വയസ്സ് വരെയൊക്കെ പ്രായമുള്ള, അതായത് കട്ടി ആഹാരം കൊടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ കൊടുക്കുന്നതാണോ റാഗി. നല്ല ഫൈബർ കണ്ടന്റ് ആണ്, നല്ല ഹെൽത്തിയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞു മാത്രം. ഇത് കളർ ഒന്ന് ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ കുറുകി വരുമ്പോ. അപ്പൊ അതാണ് അതിന്റെ പാകം. അപ്പൊ ഇതാ കണ്ടില്ല, ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വല്ലാതെ കട്ടിയാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് തണുക്കുമ്പോ ഒന്നും കൂടി കട്ടിയാവും, പക്ഷെ വല്ലാതെ കട്ടിയാവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. എന്നതിന് ശേഷം നല്ലോണം ആറിയിട്ട് വേണം നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റാഗി കുറച്ച് തണുത്ത് ആറിയിട്ടുണ്ട്, നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഈ മിക്സഡ് ജാറിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് നട്ട്സ്, ഈത്തപ്പഴമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ നട്ട്സ് ഒരു ബദാം ആണെന്നുണ്ടെങ്കിൽ ഒരു 6 7 എടുക്കണം. അതിൽ കുറവ് മതി അണ്ടിപ്പരിപ്പ്, ഒരു 4 5 എടുത്താൽ മതി. കാരണം ബദാമിന്റെ അളവാണ് ഇതിൽ കൂടി നിൽക്കേണ്ടത്. കാഷ്യൂ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ബദാം അണ്ടിപ്പരിപ്പും കൂടെ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം ഇതിൽ അരയ്ക്കാൻ. പെട്ടെന്ന് നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അരയില്ല. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ബദാം നമ്മൾ ഒരു മണിക്കൂർ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടേച്ചാൽ അതിന്റെ തൊലി നിങ്ങോട്ട് വിട്ടുപോരും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊലി ഇങ്ങോട്ട് വിട്ടുപോരും. അങ്ങനെ തൊലി എടുത്തിട്ടുള്ള ബദാമാണ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബദാം ഇട്ട് കൊടുത്തു, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ഇനി വേണ്ടതിലേക്ക് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഒരു 3 നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ഇട്ട് കൊടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചുടുവെള്ളത്തിൽ കുതിർത്തെടുത്താൽ മതി. അതൊന്ന് കഷ്ണാക്കിയിട്ട് ഒരു 3 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആണ് കേട്ടോ. ഇത് ഓപ്ഷണൽ ആണ്, ഇതൊരു ടേസ്റ്റിന് വേണ്ടി ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ആറാൻ വെച്ചിട്ടുള്ള റാഗി, അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. 1 കപ്പ് പാൽ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ബാക്കി മിക്സ് ചെയ്താൽ മതി. 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനൊരു ഷുഗറൊന്നും ഇടുന്നില്ല. ഷുഗറിന് പകരം പനക്കൽക്കണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പനക്കൽക്കണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പൊ ഞാനൊരു ഷുഗറും പനക്കൽക്കണ്ടൊന്നും ഇടുന്നില്ല. കാരണം ഈത്തപ്പഴം നല്ല മധുരമുണ്ട്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് പാലും കൂടി ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാം. നന്നായിട്ട് അടിച്ചൊന്നുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം.
ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആണ്. ഇപ്പൊ നമുക്ക് ഈത്തപ്പഴത്തിന് പകരം വേണമെങ്കിൽ പഴോ എന്തെങ്കിലും ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. എന്താണ് കയ്യിലുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നട്ട്സ് ഒക്കെ ചേർക്കാം. അപ്പൊ അടുത്ത നല്ലൊരു വിഭവമായിട്ട് വീണ്ടും വരാം.